ഇന്ന് ലോകത്തിൽ നമ്മളെ നയിക്കുന്നത് ശക്തികളാണ്. ചിലപ്പോൾ ശാരീരിക ശക്തിയായിരിക്കും, ചിലപ്പോൾ ധനത്തിൻ്റെ ശക്തിയായിരിക്കും, ചിലപ്പോൾ അധികാരത്തിൻ്റെ ശക്തിയായിരിക്കും. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളിലും നമ്മൾ വിജയിച്ച് മുൻപോട്ട് പോകുവാൻ പല പ്രകാരത്തിലുള്ള ശക്തികൾ നമുക്ക് ആവശ്യമാണ്. എന്നാൽ മറ്റെല്ലാ ശക്തികൾക്കും ഉപരിയായിട്ടുള്ള മറ്റൊരു ശക്തിയാണ് മനഃശക്തി, ദ സ്പിരിച്വൽ പവർ. ആരാണ് ശരിക്കും സർവശക്തി സമ്പന്നൻ? ഭഗവാൻ പറയുന്നു, ഏതൊരു സാഹചര്യത്തിലും മനസ്സിനെയും ബുദ്ധിയെയും സെക്കൻഡിൽ ഏകാഗ്രമാക്കാൻ കഴിയുന്നവരാരോ അവരാണ് യഥാർത്ഥത്തിൽ സർവശക്തി സമ്പന്നർ. അതുകൊണ്ട് ഭഗവാൻ നമുക്ക് നൽകുന്ന ഒരു ബ്ലെസ്സിങ്സ് ആണ് സർവശക്തി സമ്പന്നനായി ഭവിക്കൂ. നമുക്കറിയാം, സ്വയം ഭഗവാൻ തൻ്റെ എല്ലാ മക്കൾക്കും എല്ലാ ശക്തികളും അച്ഛൻ്റെ സ്വത്തായി നൽകിയിട്ടുണ്ട്. പറയാറുണ്ട്, ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ ഈശ്വരന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്ക് തന്നിട്ടാണ് ഈശ്വരൻ നമ്മളെ ഇവിടേക്ക് അയച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ പക്കലുള്ളത് എന്തോ അതെല്ലാം ഈശ്വരൻ തന്നതാണ്. ഈശ്വരന്റെ പക്കൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മുടെ ഗോഡ്ലി ബർത്ത് റൈറ്റ്, ഈശ്വരീയ ജന്മസിദ്ധ അവകാശമാണ്. അതുകൊണ്ട് നമ്മൾ ആരും ചെറുതല്ല, നമ്മളെല്ലാവരും ഈശ്വരീയ ശക്തികൾ കൊണ്ട് സമ്പന്നർ. അതിൽ പ്രധാനമായിട്ടുള്ളത് ഓർമ്മയുടെ ശക്തിയാണ്. അതായത് ഈശ്വരനെ ഓർമ്മിക്കുക, അതിലൂടെ മനസ്സിനെ ശക്തിശാലിയാക്കുക. അപ്പം മനസ്സിനെയും ബുദ്ധിയെയും എവിടെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നോ, എത്ര നേരം വയ്ക്കാൻ ആഗ്രഹിക്കുന്നോ, എങ്ങനെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നോ അതിനനുസരിച്ച് മനസ്സും ബുദ്ധിയും അവിടെ തന്നെ നിൽക്കണം. ഇതാണ് ശരിക്കും മനസ്സിൻ്റെ മേലുള്ള നിയന്ത്രണം, കൺട്രോളിംഗ് പവർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ പലതരത്തിലുള്ള വായുമണ്ഡലങ്ങൾക്ക് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയെല്ലാം ഒരു സെക്കൻഡിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ഏകാഗ്രമാക്കാൻ സാധിക്കും. ചിലപ്പോൾ സാഹചര്യങ്ങളുടെ ഉലച്ചിലുകൾ ഉണ്ടാകാം, വായുമണ്ഡലം തമോ ഗുണി അല്ലെങ്കിൽ തമോ പ്രധാനമായേക്കാം, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള വികാരങ്ങൾ നമ്മളെ അതിൻ്റെ വശത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചേക്കാം. അല്ലെ, അതേപോലെ പ്രകൃതിപരമായിട്ട് പലതരത്തിൽ ഉലച്ചിലുകൾ ഉണ്ടാകാം, ശരീരത്തിന്റെ അവസ്ഥകൾക്ക് ഉലച്ചിലുണ്ടാകാം. ഈ സമയത്തെല്ലാം ഒരു സെക്കൻഡിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കണം. ഇതിനെയാണ് ശരിക്കും കൺട്രോളിംഗ് പവർ എന്ന് പറയുന്നത്. ആർക്കാണോ ഈ പറഞ്ഞ രീതിയിൽ ഏത് വിപരീത സാഹചര്യങ്ങളിലും മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവർ, അവരെയാണ് ശരിക്കും സർവശക്തി സമ്പന്നരെന്ന് പറയുന്നത്.